നമ്മൾ കിക്ക് ത്രോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് വർക്കാവും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിക്ക് ത്രോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾ 200 NS. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അകത്തൊരു ഇന്നർ വേണം, ഒരു ലോക്കും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മളിപ്പം കിക്ക് ത്രോട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കിക്ക് ത്രോട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കിക്ക് ത്രോട്ട്. ഇതിന് പകരം നമ്മൾ സ്റ്റോക്ക് ഇടാൻ പറ്റുമോ? സ്റ്റോക്ക് ഇടാൻ പാടാണ്, കുഴപ്പമില്ല, ഇത് മതി. ഓക്കെ, സെറ്റാണ്. നമ്മളിപ്പോൾ ഇതിൽ 2 അലാങ്കീസ് ഉണ്ട്. 2 അലാങ്കീസ് ഊരി എടുക്കുക, ഇതോടെ സൂക്ഷിക്കുക, ക്ലിപ്പ് എടുക്കുക. ഓക്കെ, ഇത് അടിയിലത്തെ പീസാണ്, ഇത് മേളിലത്തെ പീസാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മളിതിൻ്റെ ഡിസ്റ്റൻസ് എത്രയെന്ന് നോക്കുക. കാരണം അടിയിൽ അടഞ്ഞാണ് വരുന്നത്, കണ്ടോ, ഇവിടെ അടഞ്ഞ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് മേളിക്കൂടെ നല്ല ലുക്കുള്ളൂ ഇല്ലേ? കിക്ക് ത്രോട്ട് മേളിക്കൂടെ വരുന്ന ലുക്ക്. അപ്പോൾ ഗൈസ്, നമുക്കിതിൻ്റെ സൈഡ് കട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ ഞാൻ ഹാൻഡ് ഗാർഡ് വെച്ചതുകൊണ്ട് ഇതെന്തായാലും കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഇന്നർ ആവശ്യമാണ്. ഇന്നറാണ്. ഇതിൻ്റെ കൂടെ ഒരു ലോക്ക് കൂടെ ഉണ്ട്. ഇതാണ് ലോക്ക്. അപ്പോൾ ഈ ലോക്ക് നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ എന്നിട്ട് ഈ ഇന്നർ ഇടുന്ന മുമ്പായിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ഇതിലൊന്ന് കട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒയേഴ്സിൽ ഹെഡിൽ വെച്ച് കട്ട് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ ആ സാധനം കയറത്തില്ല. കാരണം ഇതിൻ്റെ എൻഡ് വന്നിട്ട് ക്ലോസ്ഡ് ആണ്, കണ്ടല്ലോ. ഒന്ന് ഈ എൻഡ് വെച്ച് കിട്ടണം, അല്ലെങ്കിൽ ഹെഡിൻ്റെ എൻഡ് വെച്ച് കിട്ടണം. ഹെഡിൻ്റെ എവിടെ വെച്ച് കട്ട് ചെയ്യാം, കാരണം നമുക്ക് അതിൽ ലോക്കുണ്ട്. ഓക്കെ, നമ്മൾ വയേഴ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ലെന്ത് കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ടാങ്ക് ഇളക്കി മാറ്റണം. ടാങ്ക് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. ടാങ്ക് എടുത്ത് ഇവിടെ ചാരി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണക്ഷൻ കാണണമെങ്കിൽ ഈ സാധനം ഇളകണം. ഇളക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാർബറേറ്റർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അവിടെ നിന്ന് ഈ സ്റ്റോക്ക് കേബിളിനെ ഊരി എടുത്തിട്ട് നമുക്കതിൽ ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അത് കട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കിക്ക് ത്രോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റോക്ക് കേബിളിനെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇളകി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് തോന്നുന്നത്. നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ സാധനം ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ആ കേബിൾ കയറ്റി വെച്ചാൽ മാത്രം മതി.
ഞാൻ പറഞ്ഞേ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളകി വരും. കാരണം ഇവിടെ കുറച്ച് ചൂട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അതിൽ നിന്ന് ഇളകി വരും. സ്റ്റിക്കായിട്ടിരിക്കുന്ന സാധനം ഇളകി വരും. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ മറ്റേ കേബിളിൽ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യണം. അതിന് ഇത് കറക്റ്റ് ഹൈറ്റാണെന്ന് നോക്കട്ടെ. ലെന്ത് കറക്റ്റായില്ലെങ്കിൽ അവസാനം പണി കിട്ടും. ഷൂട്ടാണ്, വേറെ സീനൊന്നുമില്ല. ഇതിൽ കുറച്ച് ലെന്ത് വന്നിട്ട് അതിൻ്റെ അകത്ത് ജോയിൻ ആയി ഇരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ കുറച്ച് ലെന്ത് ഇവിടെ മറ്റേ ആ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് സൈഡ് ഇതാ ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കുറച്ച് ലെന്ത് ഇട്ടിട്ടുള്ളത്. കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇത്ര ലെന്ത് മതിയായെന്ന് വെച്ചോ മേളിൽ. ഇനി അതിൻ്റെ അകത്തൂടെ പോയി അവിടെ ചുറ്റി വരാൻ വേണ്ടി ഏകദേശം ഇത്രയും ഇട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, കാണല്ലോ അല്ലേ. അപ്പം ഇതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് വേണം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എടുക്കാം. അതിന് മുമ്പ് ഗ്രീസ് അപ്ലൈ ചെയ്യണം. ഇതാണ് ഗ്രീസ് കുറച്ച് കയ്യിലെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. ഓക്കെ, ഇതിവിടെ നിന്ന് ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ വലിച്ച് അങ്ങനെ ഇടുക. അപ്പോൾ മൊത്തത്തിൽ അകത്ത് പൊയ്ക്കുള്ള സാധനം. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് ജസ്റ്റ് തുടച്ചെടുക്കണം. നമ്മളിതിന് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രോട്ടിൽ ഇതിൻ്റെ അകത്ത് ഇടുക. ഓക്കെ, എന്നിട്ട് ഈ പയ്യെ ഇതിവിടെ എടുക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട, പകുതി ടൈറ്റ് ചെയ്താൽ മതി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെയ്യണം. അത് ഇത്ര കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ വന്ന കേബിളിനെ നമ്മളിവിടെ എടുത്ത് വയ്ക്കുക. ഇനി രണ്ട് അലാങ്കീസ് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. നമുക്ക് ആ പീസ് കൂടെ വയ്ക്കാനുണ്ട്, അത് ഇനി വച്ച് കാണിച്ചു തരാം. നമുക്ക് ഇത് വെച്ച് ടൈറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിന്ന് ലോക്ക് വിട്ടു പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഇവിടെ കിക്കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേബിൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വഴിയാണ് വരുന്നത്. ആംഗിൾ വരും. ഇവിടെ നിന്ന് പോവും. എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഇത് കയറ്റി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ത്രോട്ടിൽ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ പിടിച്ച് വെച്ചുകൊണ്ടാണ് ഇതിപ്പം മൂവായിട്ട് റിട്ടേൺ ആവുന്നത്.
നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുക്കുകയാണ്. ഇവിടെ റെഡ് ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എടുക്കുക, കൊണ്ടുവരാം. ഇവിടെ ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ റെഡ് ലൈൻ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ വെച്ചിട്ട് നമ്മൾ ആ ലോക്ക് സെറ്റ് ചെയ്തിട്ട് ബാക്കി സംഭവം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ 2 പ്ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെഡ് ലൈനിനെ എൻ്റെ അകത്താക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ക്വിക്ക് ത്രോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് വർക്കാവും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഫ്രീ ആയിട്ടാണ് വർക്കാവുന്നത്. ഇവിടെയാണ് വരുന്നത്, കേൾക്കാമല്ലോ സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.